നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കേരളത്തിൽ മറ്റൊരു കൊലപാതക വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. കണ്ണൂർ പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. രാവിലെയാണ് ആ വാർത്ത വരുന്നത്. ഒടുവിൽ അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. കണ്ണപുരം അയ്യോത്ത് സ്വദേശിനി KV സീമയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 50 വയസ്സാണ് പ്രായം. ഇവരുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചെറുകുന്ന് അയ്യോത്തുമുട്ടിൽ സ്വദേശിനിയായ സീമയുടെ ഭർത്താവ് സുരേഷ് 2 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൽ പോലീസ് ആദ്യം സംശയിച്ചിരിക്കുന്നത് സീമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അയൽവാസിയായ ആൺ സുഹൃത്ത് അയ്യോത്തെ കടയിൽ പറമ്പിൽ വീട്ടിൽ KP വിജയനെയാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിക്കൊണ്ട് ഈ ഒരു ലോഡ്ജിൽ മരണവാർത്ത പുറത്തു വരുന്നത്. ഇന്നലെ ഫെബ്രുവരി 4 ഉച്ചയ്ക്ക് 12:50 ഇരുവരും ചേർന്ന് പറശ്ശിനിക്കടവിലെ സമ്മർലാൻഡ് ഇൻ ലോഡ്ജിൽ 602 നമ്പർ മുറിയിൽ റൂം എടുത്തത്. വൈകുന്നേരം ആയതോടെ വിജയൻ മുറി പുറത്തുനിന്ന് പൂട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും ഇയാൾ തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് ലോഡ്ജ് അധികൃതർ പോലീസിനെ വിളിപ്പിച്ചത്. വിജയന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. നേരത്തെയും ഇരുവരും ഈ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നുവെന്നാണ് ലോഡ്ജ് അധികൃതർ പോലീസിനോട് പറഞ്ഞത്. അതായത് ഇവർ ആദ്യമായിട്ടല്ല ഈ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വന്ന് ഇയാൾ ഏറെ വൈകിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് ഈ ലോഡ്ജിലെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്കൊക്കെ തന്നെ സംശയം തോന്നി അവർ പോലീസിനോട് വിവരം അറിയിക്കുന്നത്. പിന്നീടാണ് പോലീസ് അവിടെ എത്തുന്നത്. ചെറുകുന്ന അയ്യോത്ത് മുട്ടിൽ സ്വദേശിനിയായ സീമയാണ് പിന്നീട് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒളിവിൽ പോയ വിജയനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഇയാളുടെ ഫോട്ടോസ് ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. നേരത്തെയും ഇരുവരും ഈ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നുവെന്ന് ലോഡ്ജ് അധികൃതർ പോലീസിനോട് പറഞ്ഞു. ഇരുവരും നേരത്തെ സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുത്തു വരികയാണ്. ആൺസുഹൃത്ത് വിജയനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനായിട്ടില്ല. കൊലപാതകം തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളത് തിരിച്ചറിയുകയുള്ളൂ. ഏതായാലും ഈ ഒരു യുവതി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവ് 2 വർഷം മുമ്പ് മരിച്ചതാണ്. 2 കുട്ടികളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ യുവതിയാണ് ഇപ്പോൾ ഈ ഒരു അയൽവാസിയായിട്ടുള്ള ഈ ഒരു യുവാവിനോടൊപ്പം ഈ ഒരു ലോഡ്ജിലേക്ക് വന്നിട്ടുള്ളത്. ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇവർ ഇതിനു മുൻപും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു തെളിവ്. പക്ഷേ ഇയാളുടെ വീട്ടുകാരെ കുറിച്ച്, ഇയാൾ വിവാഹിതനാണോ, ഇയാൾക്ക് മറ്റ് കുട്ടികളോ മറ്റോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കുമ്പോഴായിരിക്കും ഇരുവരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, മറ്റേതെങ്കിലും തരത്തിൽ പണമിടപാടുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. മാത്രമല്ല ഇവരുടെ ബന്ധുക്കൾക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയുമോ എന്നുള്ളത് കൂടി ഈ ഒരു കേസിലേറെ നിർണായകമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി പ്രതിയെ കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതും കേസിലേറെ നിർണായകമാണ്. ഇയാൾ എവിടെ പോയി? ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇയാളെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും അതിനുള്ള സമയം കൂടി ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി എവിടേക്കാണ് ഇയാൾ പോയിരിക്കുന്നത്? ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. തീർച്ചയായിട്ടും പോലീസ് ഇയാൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ കേസിലേറെ നിർണായകമാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും എങ്ങനെയാണ് യുവതിയെ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ ധാരാളം കേൾക്കുന്നുണ്ട്. പല മോഹന വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള യുവതികളും അതുപോലെ തന്നെ പെൺകുട്ടികളും അപകടത്തിൽപ്പെടുകയാണ്. അത് പിന്നീട് ഈ പറയുന്ന പല ആളുകളുടെയും വിവാഹ വാഗ്ദാനമൊക്കെ നൽകുന്നു, അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. പക്ഷെ പിന്നീട് കേൾക്കുന്നത് യുവതികളുടെ മരണ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കക്കോടിയിലും
ഇത്തരത്തിൽ യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ യുവതിയുമായിട്ട് ഇയാൾക്ക് വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു. യുവതി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇയാൾ ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പ് അടക്കം ചുമത്തിയാണ് വൈശാഖൻ എന്ന് പറയുന്ന ഈ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഇയാൾ വിവാഹിതനാണ്. എന്നിട്ടാണ് ഇയാളുടെ ഒരു വർക്ക്ഷോപ്പിലേക്ക് യുവതിയെ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീടാണ് യുവതിയെ കുരുക്കിട്ട് ആത്മഹത്യക്ക് അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതിന് ശേഷം കെട്ടഴിച്ച് താഴെ കിടത്തിയ ശേഷം 2 തവണയാണ് ഈ യുവതിയെ പീഡിപ്പിച്ചത്. അതായത് മൃതദേഹമായിട്ട് പോലും, ജീവൻ വെടിഞ്ഞിട്ട് പോലും ഇയാൾ വെറുതെ വിട്ടില്ല. അന്ന് വർഷങ്ങളായി ഇയാളുമായിട്ട് ബന്ധമുള്ള ഒരു യുവതിയാണ്. ഇയാൾ കണ്ണിച്ചോരയില്ലാതെ മൃതദേഹത്തോട് പോലും ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തിരിക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്ന ആദ്യം ആത്മഹത്യ എന്ന നിലയിൽ കരുതപ്പെട്ട സംഭവം ക്രൂരമായ കൊലപാതകമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാണ് വൈശാഖൻ യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. ശേഷം കഴുത്തിൽ കുരുക്കിട്ട് സ്റ്റൂൾ തട്ടിമറിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രതി വൈശാഖൻ യുവതിയെ 3 തവണ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ എത്തിയില്ലെങ്കിൽ യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതി യുവതിയെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് പറഞ്ഞു. യുവതിയെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ വൈശാഖൻ ആഭിചാര ക്രിയകൾ നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തി ചെയ്ത ഒരു കൊലപാതകമാണ് ഈ ഒരു കേസിൽ കോഴിക്കോട് കക്കോടിയിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ കണ്ണൂർ ഇപ്പോൾ ഈ പറശ്ശിനിക്കടവ് ലോഡ്ജിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു യുവതിയുടെ മൃതദേഹം, അതും ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി ഈ പറയുന്ന പ്രതി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണോ എന്നുള്ളതിൻ്റെയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിന് ഏറെ നിർണായകമായിട്ടുള്ളത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ ഒരു പ്രതിയെ പിടികൂടിയാൽ മാത്രമായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും യുവാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. എത്രയൊക്കെ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് എവിടെയാണ് ചതിക്കുഴി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ദീർഘകാല സൗഹൃദം ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഒരു കൊലപാതകം ഒരാൾക്ക് ചെയ്യാനായിട്ട് അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. ഇന്ന് ഒരു പ്രകോപനപരമായിട്ടുള്ള ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് കാണുന്നത്. അതിനിപ്പോൾ എല്ലാവരും അത്തരത്തിൽ ഈ പറയുന്ന കൊലപാതകം നടത്തുന്ന പ്രതികളെല്ലാം തന്നെ ഒരു കൊലപാതക വാസനയുള്ളവരായിരിക്കണമെന്നില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് ഇത്രയും കാലം അറിയുന്നവരെ പോലും മാരകമായിട്ട് കീഴ്പ്പെടുത്തി അവരെ കൊലപ്പെടുത്തുന്ന രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ലോകത്ത് പല കോണുകളിലും നടക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവരും സ്വന്തം സുരക്ഷ ആദ്യം ഉറപ്പാക്കുക. അതിനുശേഷം മാത്രം ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളിൽ ചെന്ന് വീഴുക, അല്ലെങ്കിൽ അതിൻ്റെ ചതിക്കുഴികൾ മനസ്സിലാക്കി അതിൽ നിന്ന് വേഗം തന്നെ പിന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് പകരം നൽകേണ്ടി വരുന്നത് സ്വന്തം ജീവൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്.